Good morning, students. Today we will discuss another problem relating to issue of shares. So let's begin. അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. Modern company issued 50,000 shares of rupees 10 each, payable as follows: on application rupees 2, on allotment rupees 2, on first call rupees 3, on final call rupees 3. മോഡേൺ കമ്പനി എന്ന് പറയുന്ന കമ്പനി 50,000 ഷെയർസ് 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ സമയത്ത് 2 രൂപയും അലോട്ട്മെന്റ് സമയത്ത് 2 രൂപയും ഫസ്റ്റ് കോൾ 3 രൂപയും ഫൈനൽ കോളിന് 3 രൂപയായിട്ട് അങ്ങനെയായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. 70,000 ആപ്ലിക്കേഷൻസ് വേർ റിസീവ്ഡ്. 70,000 എന്ന് പറയുമ്പോൾ 50,000 ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. പക്ഷെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് കൂടുതലും 70,000 ഷെയർ, അതായത് 70,000 പേരാണ് അപേക്ഷയും കൊണ്ട് വന്നത്. അപ്പൊ അത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ്. നമുക്ക് 50,000 രൂപയുടെ ഷെയർ വരെ മാത്രം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. 50,000 രൂപയുടെ 50,000 ഷെയർ മാത്രം ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷേ 70,000 ആപ്ലിക്കേഷൻസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ദ എക്സസ് ആപ്ലിക്കേഷൻസ് വെയർ റിജക്റ്റഡ് ആൻഡ് ദ മണി വാസ് റീഫണ്ടഡ്. എക്സസ് ആയിട്ട് വന്ന, അതായത് 50,000 ഷെയറെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. 70,000 അപേക്ഷ വന്നു. അപ്പം 20,000 ആണ് എക്സസ് ആയിട്ട് വന്നിട്ടുള്ളത്, കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന തുക അല്ലെങ്കിൽ എക്സസൈസ് കിട്ടി ആപ്ലിക്കേഷനോട് കിട്ടിയിരിക്കുന്ന തുക പൂർണ്ണമായിട്ടും അത് റിജക്ട് ചെയ്തിട്ട് അത് റീഫണ്ട് ചെയ്യും. അപ്പം പൂർണ്ണമായിട്ട് ആ ഫണ്ട് തിരിച്ചു കൊടുക്കുന്നു. ഓൾ ദ മണി വെയർ ഡ്യൂലി റിസീവ്ഡ്, ഗീവ് ജേണൽ എൻട്രീസ്. അപ്പം ബിസിനസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പൂർണ്ണമായിട്ട് കിട്ടുകയും ചെയ്തു. എക്സസ് ആയിട്ട് വന്ന ഫണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻട്രീസ് മാത്രം നമുക്കിനി പാസ് ചെയ്താൽ മതി. ഇനി എൻട്രീസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. നറേഷൻ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് 1,40,000. അതായത് മൊത്തം 70,000 ആപ്ലിക്കേഷൻ ആണ് നമുക്ക് കമ്പനിക്ക് കിട്ടുന്നത്. അപ്പം 70,000 ആപ്ലിക്കേഷൻ കിട്ടുന്നു. അത് ആപ്ലിക്കേഷൻ സമയത്ത് 2 രൂപയാണ് വെച്ച് കളക്ട് ചെയ്യുന്നത്. അപ്പം 70,000 ഇൻറ്റു 2 1,40,000. അതാണിത്. ഇനി രണ്ടാമത്തെ എൻട്രി, ഇതാவது ഓർഡറിൽ തന്നെ നമ്മൾ എഴുതിയാൽ മാത്രം മതി. ഇനി നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന ഫണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യുന്നു. എക്സസ് ആയിട്ട്. അപ്പൊ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 70,000 ഇൻറ്റു 2, മൊത്തം 70,000 ആപ്ലിക്കേഷൻ കിട്ടി 2 റുപ്പീസ് വെച്ച് കളക്ട് ചെയ്യുന്നു. അപ്പൊ 1,40,000 ടോട്ടൽ. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള തുക 50,000 ഷെയർ മാത്രമേ കമ്പനി ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പൊ 50,000 ഇൻറ്റു 2 ആപ്ലിക്കേഷൻസ് 1,00,000 റുപ്പീസിന് ആവശ്യം മാത്രമേ കമ്പനിക്ക് ഉണ്ടാകുന്നുള്ളൂ. ടു ബാങ്ക് അക്കൗണ്ട് എക്സസ് ആയിട്ട് വന്നിട്ടുള്ളത് 20,000 ഷെയർ ആണ്, 20,000 ആപ്ലിക്കേഷൻ ആണ് ഇവിടെ എക്സസ് ആയിട്ട് വരുന്നത്. അപ്പൊ 20,000 ഇൻറ്റു 2 40,000 റുപ്പീസ് കമ്പനിക്ക് എക്സസ് ആയിട്ട് കിട്ടി. അത് കമ്പനി റീഫണ്ട് ചെയ്യുന്നു. അതാണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റാർ ടു ഷെയർ ക്യാപിറ്റൽ ടു ബാങ്ക് അക്കൗണ്ട്. പേയ്മെന്റ് എക്സസ് ആയിട്ട് വന്ന റീഫണ്ട് ചെയ്തു. 40,000 റുപ്പീസ് ഇവിടെ റീഫണ്ട് ചെയ്യുന്നു. നറേഷൻ അലോട്ട്മെന്റ് മെയ്ഡ് ആൻഡ് എക്സസ് ആപ്ലിക്കേഷൻ മണി റീഫണ്ടഡ്. അതായത് അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് 1,00,000 റുപ്പീസിന് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എക്സസ് ആയിട്ട് വരുന്ന 40,000 റുപ്പീസ് ഇവിടെ എക്സസ് ആയിട്ട് വന്ന തുക പൂർണ്ണമായിട്ട് ഇവിടെ തിരിച്ചു കൊടുക്കുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ എൻട്രി, അലോട്ട്മെന്റ് ചെയ്ത എമൗണ്ട് നമ്മൾ ഡ്യൂ ആവുന്നത് കംപ്ലീറ്റ് ആയിട്ട് കൈപ്പറ്റാൻ പോകുന്നു. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റാർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അലോട്ട്മെന്റ് എമൗണ്ട് ഡ്യൂ 1,00,000 റുപ്പീസ് ആണ് കമ്പനിക്ക് ആവശ്യം. അത് കമ്പനി കംപ്ലീറ്റ് ആയിട്ടും കൈപ്പറ്റാൻ പോകുന്നു. അടുത്ത നാലാമത്തെ എൻട്രി, ഇനി അലോട്ട്മെന്റ് എമൗണ്ട് കിട്ടുന്നതായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ ടു ഷെയർ അലോട്ട്മെന്റ്. അലോട്ട്മെന്റ് മണി റിസീവ്ഡ് 1,00,000. അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്നു. ഇനി അലോട്ട്മെന്റിന് ശേഷം നമുക്ക് ഫസ്റ്റ് കോളും വിളിക്കുന്നുണ്ട്, അതേപോലെ ഫൈനൽ കോളും വിളിക്കുന്നുണ്ട്. ഫസ്റ്റ് കോൾ നമ്മൾ ഡ്യൂ ആവുന്നതിന്റെ എൻട്രി, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റാർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് കോൾ ഡ്യൂ 1,50,000. അതായത് ഫസ്റ്റ് കോൾ ഇവിടെ വിളിക്കുന്നത് 3 രൂപയ്ക്കാണ്. അപ്പം 50,000 ഇൻറ്റു 3 1,50,000. ഇനി ഫസ്റ്റ് കോൾ വിളിച്ചതിന്റെ എമൗണ്ട് കിട്ടുന്നു, റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റാർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. നറേഷൻ ഷെയർ ഫസ്റ്റ് കോൾ എമൗണ്ട് മണി റിസീവ്ഡ് 1,50,000. അത് 50,000 ഷെയർ മൊത്തം 3 രൂപയ്ക്കാണ് ഫസ്റ്റ് കോൾ വിളിക്കുന്നത്. ഇനി ലാസ്റ്റ് ഫൈനൽ കോൾ വിളിക്കുന്നു. ഫൈനൽ കോളും ഇതുപോലെ തന്നെ 3 രൂപയ്ക്കാണ് വിളിക്കുന്നത്. എൻട്രി സെയിം മുമ്പേ പറഞ്ഞ പോലെ തന്നെ. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫൈനൽ കോൾ എമൗണ്ട് ഡ്യൂ 1,50,000. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. അതായത് കംപ്ലീറ്റും ഫൈനൽ കോളിലെ എമൗണ്ട് റിസീവ് ചെയ്യുന്നു 1,50,000. 3 രൂപയ്ക്കാണ് വിളിക്കുന്നത്. അതാണ് 50,000 ഇൻറ്റു 3 എന്ന് പറയുന്നത്.
അപ്പം ഈ ഒരു 8 എൻട്രീസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. നമ്മൾ റീഫണ്ട് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ടും റീഫണ്ട് ചെയ്യുന്ന ഒരൊറ്റ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ നമുക്ക് വരുന്നു. ബാക്കിയെല്ലാം പഴയ ഓർഡറിൽ തന്നെയാണ്. നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. ആരതി ലിമിറ്റഡ് മേക്സ് ആൻ ഇഷ്യൂ ഓഫ് 20,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് പേയബിൾ ആസ് ഫോളോസ്. അതായത് ആരതി എന്ന് പറഞ്ഞ 20,000 ഷെയർ 10 രൂപയ്ക്ക് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ സമയത്ത് 3 രൂപയും അലോട്ട്മെന്റ് സമയത്ത് 2 രൂപയും ഫസ്റ്റ് കോൾ 3 രൂപയ്ക്കും ഫൈനൽ കോൾ 2 രൂപയ്ക്കുമാണ് വിളിക്കുന്നത്. ദ പബ്ലിക് അപ്ലൈഡ് ഫോർ 30,000 ഷെയർ. 20,000 ഷെയറിന്റെ മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷെ 30,000 ഷെയർസിന് വേണ്ടിയിട്ട് അപേക്ഷ വന്നിട്ടുണ്ട്. അതായത് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. എ പ്രോ റേറ്റ അലോട്ട്മെന്റ് വാസ് മെയ്ഡ് ആൻഡ് ദ എക്സസ് ആപ്ലിക്കേഷൻ മണി വാസ് അഡ്ജസ്റ്റഡ് ദ അലോട്ട്മെന്റ് ഡ്യൂ. അതായത് പ്രോ റേറ്റ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം എക്സസ് ആയിട്ട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ ആ ആപ്ലിക്കേഷന്റെ തുക നമ്മൾ അലോട്ട്മെന്റിന് പേയ്മെന്റ് ആയിട്ട് നമ്മൾ എടുക്കുക തന്നെ ചെയ്യും. അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 20,000 ഷെയറിനാണ് അപേക്ഷ കമ്പനി കൊടുക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ 30,000 ഷെയറിന് അപേക്ഷ വന്നിട്ടുണ്ട്. അപ്പം എക്സസ് ആയിട്ട് ഇവിടെ വരുന്നത് 10,000 ഷെയറിന് ആപ്ലിക്കേഷൻ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം ആപ്ലിക്കേഷൻ സമയത്ത് 10,000 ഷെയർ എന്ന് പറയുമ്പോൾ 10,000 ഇൻറ്റു 3, അതായത് ആപ്ലിക്കേഷൻ സമയത്ത് എക്സസ് ആയിട്ട് വന്നു. അപ്പൊ 10,000 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 30,000 റുപ്പീസ് എക്സ്ട്രാ കമ്പനിക്ക് അവിടെ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷനിലൂടെ. ആ 30,000 റുപ്പീസ് എക്സസ് ആണ്. അത് അലോട്ട്മെന്റ് സമയത്ത് നമ്മൾ ആ തുക കംപ്ലീറ്റ് ആയിട്ടും അടയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ തുക അലോട്ട്മെന്റ് അടയ്ക്കാനായിട്ട് നമ്മൾ കമ്പനി എടുക്കുക തന്നെ ചെയ്യും. അത് റീഫണ്ട് ചെയ്യുന്നില്ല. എക്സസ് ആയിട്ട് ആപ്ലിക്കേഷനിലൂടെ കിട്ടുന്ന തുക അലോട്ട്മെന്റിന് അടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ അലോട്ട്മെന്റ് നോക്കിക്കേ 2 റുപ്പീസാണ്. അതായത് കമ്പനിക്ക് ആവശ്യം 20,000 ഷെയർ ആണ്. അപ്പൊ അലോട്ട്മെന്റ് സമയത്ത് അടയ്ക്കുന്നത് 2 റുപ്പീസ്. അപ്പൊ 20,000 ഇൻറ്റു 2 40,000 ആണ് അലോട്ട്മെന്റ് ആയിട്ട് കമ്പനിക്ക് അടയ്ക്കേണ്ടത്. പക്ഷെ 30,000 റുപ്പീസ് ആപ്ലിക്കേഷൻ സമയത്ത് എക്സസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആ 30,000 റുപ്പീസ് അലോട്ട്മെന്റിന്റെ 40,000 റുപ്പീസ് അടയ്ക്കാനായിട്ട് നമ്മൾ അങ്ങനെ എടുക്കും. അപ്പൊ 40,000 റുപ്പീസിന് നമ്മൾ 30,000 രൂപ ഓൾറെഡി നമുക്ക് എക്സസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അലോട്ട്മെന്റ് ആയിട്ട് ഇവിടെ അടയ്ക്കേണ്ടത് വെറും 10,000 രൂപയാണ്. കാരണം 40,000 ആണ് ചോദിക്കുന്നത്. പക്ഷെ 30,000 ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനി എക്സസ് നമുക്ക് ഇനി ഡിഫറൻസ് 10,000 രൂപയാണ്. 10,000 റുപ്പീസ്. ആ 10,000 റുപ്പീസ് ഇവിടെ നമ്മൾ അടയ്ക്കാനായിട്ടത് 10,000 രൂപ മാത്രമേ ഇനി അലോട്ട്മെന്റ് സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്നുള്ളൂ കമ്പനി. ഇനി നോക്കുവാണെങ്കിൽ ദ കമ്പനി ഡിഡ് നോട്ട് മേക്ക് ദ ഫൈനൽ കോൾ ആൻഡ് ഓൾ ദ എമൗണ്ട് വെയർ ഡ്യൂലി റിസീവ്ഡ്. കമ്പനി ഫൈനൽ കോൾ മാത്രം വിളിക്കുന്നില്ല. അതായത് ഫസ്റ്റ് കോൾ വരെ മാത്രമേ കമ്പനി വിളിക്കുന്നുള്ളൂ. ആൻഡ് ദ എമൗണ്ട് വെയർ ഡ്യൂലി റിസീവ്ഡ്. എമൗണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പാസ് ജേർണൽ എൻട്രീസ്. ഇനി എൻട്രീസ് നമ്മൾ പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് എൻട്രീസ് നോക്കാം. ഫസ്റ്റ് എൻട്രി പഴയതുപോലെ തന്നെ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. 20,000 ഷെയർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ 30,000 ആപ്ലിക്കേഷൻ ആണ് കിട്ടുക. അപ്പൊ 30,000 ആപ്ലിക്കേഷൻ സമയത്ത് 3 രൂപ മേടിക്കുന്നത്. 30,000 ഇൻറ്റു 3 90,000. ഇനി നമുക്ക് ചെയ്യേണ്ടത് കംപ്ലീറ്റ് രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് എക്സസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന തുക നമ്മൾ അലോട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പം ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 30,000 ഇൻറ്റു 3 30,000 ആണ് ആപ്ലിക്കേഷൻ കിട്ടുന്നത്. അപ്പം 90,000 റുപ്പീസ് ഫണ്ട് ആയിട്ട് ഇപ്പൊ കമ്പനിയുടെ കൈവശമുണ്ട്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 20,000 ഇൻറ്റു 3 60,000. ശരിക്കും പറഞ്ഞാൽ 60,000 നമുക്ക് ആവശ്യമുള്ളൂ ആപ്ലിക്കേഷൻ സമയത്ത്. പക്ഷെ ആപ്ലിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കമ്പനിക്ക് കിട്ടിയത് 90,000 ആണ്. പക്ഷെ 60,000 ആവശ്യമേ വരുന്നുള്ളൂ. എക്സസ് ആയിട്ട് ഇവിടെ കിട്ടുന്നത് 30,000 റുപ്പീസ് ആണ്. ടു ഷെയർ അലോട്ട്മെന്റ് 10,000 ഇൻറ്റു 3 30,000. അതായത് 10,000 ആപ്ലിക്കേഷൻ എക്സസ് ആയിട്ട് വരുന്നു. അപ്പം അത് ആപ്ലിക്കേഷൻ സമയത്ത് 3 രൂപയായിരുന്നു. അപ്പൊ 30,000. ഈ 30,000 റുപ്പീസ് പൂർണ്ണമായിട്ട് നമ്മൾ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആ തുക മാറ്റിവെക്കുന്നു. അലോട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ തുക കമ്പനി പൂർണ്ണമായിട്ട് മാറ്റിവെക്കുന്നത്. അല്ല റീഫണ്ട് ഇവിടെ ചെയ്യുന്നില്ല. ഇനി അടുത്ത എൻട്രി അലോട്ട്മെന്റ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അലോട്ട്മെന്റ് എമൗണ്ട് മണി ഡ്യൂ. അപ്പൊ അലോട്ട്മെന്റ് ആയിട്ട് കിട്ടേണ്ടത് ശരിക്കും 40,000 രൂപയാണ്. കാരണം 2 രൂപയാണ് അലോട്ട്മെന്റ് വിളിക്കുന്നത്. 2 റുപ്പീസ്. അത് 20,000 ഷെയർ ആണ് കമ്പനി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ 20,000 ഇൻറ്റു 2 40,000 റുപ്പീസ് വരും. 40,000 റുപ്പീസ് ആണ് അലോട്ട്മെന്റ് വഴി കിട്ടേണ്ടത്. അടുത്ത നാലാമത്തെ എൻട്രി
ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അതായത് അലോട്ട്മെന്റ് വഴി കിട്ടുന്നത് ശരിക്കും പറഞ്ഞു ഇനി എത്ര ആയിരിക്കും? 40,000 രൂപയാണ് വേണ്ടത് അലോട്ട്മെന്റിലൂടെ. പക്ഷെ 30,000 റുപ്പീസ് ആപ്ലിക്കേഷൻ സമയത്ത് എക്സസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. അത് നമ്മൾ അലോട്ട്മെന്റിന് പേയ്മെന്റ് കൊടുക്കുന്നതിന് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ആ തുക മാറ്റി വയ്ക്കുകയും ചെയ്തു. അപ്പം ഇനി അലോട്ട്മെന്റ് വഴി നമുക്ക് വേണ്ട എത്ര? 10,000 റുപ്പീസ് മാത്രം. 40,000 വേണം, 30,000 ആപ്ലിക്കേഷനിലൂടെ കിട്ടി. അതാണ് ഡിഫറൻസ് കണ്ടിട്ട് നമുക്ക് 10,000 മതി. ആ 10,000 റുപ്പീസ് ആണ് അലോട്ട്മെന്റ് വഴി നമ്മൾ പിന്നെ ശേഖരിക്കുന്നത്. ഫസ്റ്റ് കോൾ നമ്മളെ വിളിക്കുന്നുള്ളൂ, ഫൈനൽ കോൾ വിളിക്കുന്നില്ല. ഇനി എൻട്രി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് കോൾ ഇവിടെ വിളിക്കുന്നത് 3 രൂപയ്ക്കാണ്. അപ്പൊ 20,000 ഇൻറ്റു 3 60,000. ഇനി ആ ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് കിട്ടുന്നു. എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഷെയർ ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ് 60,000 റുപ്പീസ്. അതായത് 20,000 ഇൻറ്റു 3 60,000. ഇനി എന്തുകൊണ്ടാണ് ഫൈനൽ കോൾ വിളിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനിക്ക് കംപ്ലീറ്റ് ആയിട്ടും വേണ്ടത് 20,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു. അപ്പം 20,000 ഇൻറ്റു 10 2 ലാക്ക് റുപ്പീസ് കമ്പനിക്ക് മാക്സിമം മതി. 2 ലാക്ക് റുപ്പീസ് കൂടുതൽ വേണ്ട. അപ്പം ഇവിടെ എക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയത് 30,000 രൂപ എക്സസ് ആയിട്ട് ആപ്ലിക്കേഷൻ സമയത്ത് കിട്ടിയിട്ടുണ്ട്. കൂടാതെ അലോട്ട്മെന്റ് സമയത്ത് നമ്മൾ ആ 10,000 രൂപയും 10,000 കൂടി മേടിച്ചിട്ട് അങ്ങനെ 40,000 ഓൾറെഡി കംപ്ലീറ്റ് ആക്കി. അപ്പം ഫൈനൽ കോൾ ഇവിടെ വിളിക്കുന്നത് 2 രൂപയ്ക്കാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ആപ്ലിക്കേഷൻ സമയത്ത് 3 രൂപയും അലോട്ട്മെന്റ് സമയത്ത് 2 രൂപയും ഫസ്റ്റ് കോൾ സമയത്ത് 3 രൂപയും. അപ്പം 3ഉം 3 + 2 + 6 3 + 2 + 3 അപ്പം മൊത്തം 8 രൂപ വരും. അപ്പൊ 8 റുപ്പീസിന്റെ കംപ്ലീറ്റും. അപ്പൊ 8 ഇൻറ്റു 20,000 ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 1,60,000. അതായത് ഫൈനൽ കോൾ മാത്രം വിളിക്കത്തില്ലെങ്കിൽ ബാക്കി 3 വിളിക്കുവാണെങ്കിൽ നമുക്ക് 1,60,000 റുപ്പീസ് കിട്ടും. പക്ഷേ ആപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് വേണ്ടത് 2 ലാക്സ് ആണ്. അപ്പൊ ഡിഫറൻസ് വരുന്നത് 40,000. ആ 40,000ൽ 30,000 റുപ്പീസ് നമുക്ക് എക്സസ് ആയിട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞു ആപ്ലിക്കേഷൻ സമയത്ത്. ബാക്കി 10,000 അലോട്ട്മെന്റിലൂടെ നമ്മൾ കളക്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനെ 40,000 റുപ്പീസ് നമുക്ക് എക്സസ് ആയിട്ട് 30,000 എക്സസ് ആയിട്ടും 10,000 നമ്മൾ അലോട്ട്മെന്റിലൂടെയും കളക്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ എമൗണ്ട് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫൈനൽ കോൾ ഒഴിവാക്കുന്നത്. അപ്പം ഈ 2 പ്രോബ്ലം മെയിൻ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റും നോക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.